ഹായ്, നിങ്ങൾ ഒളിമ്പ്യാഡ്സ് എക്സാമിനെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ? IUQM NSC-JS പോലുള്ള ഞങ്ങൾക്ക് ഇപ്പോൾ എഴുതാൻ പറ്റിയ ഒളിമ്പ്യാഡ്സ് എക്സാമിനെ പറ്റി, അതുപോലെ ഭാവിയിൽ നമ്മൾ +2 കൂടെ എഴുതാൻ പറ്റിയ നീറ്റ് JEE പോലുള്ള അടിപൊളി എൻട്രൻസ് എക്സാമുകളെ പറ്റി, ഞങ്ങൾ പ്രൊഫഷണൽ കോഴ്സുകളിലൂടെ എത്തിക്കുന്ന ഈ എൻട്രൻസ് എക്സാമിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കേൾക്കാതിരിക്കാൻ വഴിയില്ല, കാരണം ഈ എക്സാം ഒളിമ്പ്യാഡ്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ചാനലിൽ ഈ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിലെ വളരെ മൈനോറിറ്റി പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻറ്റോ പാരൻറ്റോ ആണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഈ എക്സാമിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തിനാണ് എക്സാം എഴുതുന്നത്, എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും അറിയില്ല. ഓക്കെ, സാഡ്ലി അതാണ് നമ്മുടെ ഒരു സത്യം. അപ്പോൾ എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്, ബോർഡ് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങുന്നവർക്കൊക്കെ ഈ എക്സാമിൽ എക്സൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇവിടുത്തെ ഹെഡിങ് നോക്കുക, വൈ യുവർ 100% ഇൻ ബോർഡ്സ് മീൻസ് 0% ഇൻ ഒളിമ്പ്യാഡ്സ് എന്നാണ് ഞാൻ ഇതിന് ഒരു ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾക്ക് എന്തുണ്ട്, ഫുൾ A+ നിങ്ങൾ പെർസെൻറ്റേജോ അല്ലെങ്കിൽ നമ്പറോ ഒക്കെ നോക്കിയാൽ എത്ര കുട്ടികൾക്കാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സമയത്ത് 1 lakhിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ഫുൾ A+ൻ്റെ എണ്ണൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ 10ാം ക്ലാസ്സിൽ. പക്ഷേ ഇവരൊക്കെ പിന്നീട് എവിടെ പോകുന്നു, JEE അഡ്വാൻസ്ഡോ അല്ലെങ്കിൽ JEE നീറ്റ് റാങ്ക്സ് എഴുതിയിട്ട് ഓൾ ഇന്ത്യ റാങ്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ കുട്ടികൾ വളരെ പിന്നിലാണ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ഈ ലാക്ക് ചെയ്യുന്നത്? നമ്മുടെ സിലബസ് കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സ്കൂളിലെ സിലബസ് ഒന്നും കുഴപ്പമില്ല, നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ കുഴപ്പമില്ല, പക്ഷെ അത് ഇന്നഫ് ആണോ? അതാണ് നമ്മുടെ ചോദ്യം. അത് ഇനഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഫുൾ A+ വാങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ നല്ലവണ്ണം ഇവരൊക്കെ സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ് അല്ലെ, ഇന്റലിജന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. 10ാം ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ ഒരുപാട് സമയം പഠിക്കുന്നുണ്ട്, ഹാർഡ് വർക്കിംഗ് ആണ്, ഇന്റലിജന്റ് ആണ്. ഓക്കെ, അവർ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഒക്കെ അവർക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ സിസ്റ്റം ഇതൊരു റോട്ട് ലേണിങ്ങിലോട്ട് അല്ലെങ്കിൽ മെമ്മറൈസേഷനിലോട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, തള്ളിവിടുന്നു എന്നുള്ളതാണ്. പിന്നീട് അത് നമുക്ക് പിന്നീട് നല്ല എക്സാംസ് വരുമ്പോൾ നമ്മളത് പിന്നിലാക്കുന്നു. ഈ റോട്ട് മെമ്മറൈസേഷൻ നമ്മളെ പിന്നിലാക്കുന്നു. ഈ എക്സാമിനൊക്കെ പ്രത്യേകിച്ച് നമ്മളെ ബോർഡ് എക്സാമിനൊക്കെ ഒരു സ്പെസിഫിക് പാറ്റേൺ ആണ് വരുന്നത് അല്ലേ? സ്കൂൾ എക്സാമിന്, ഓണം എക്സാമിന് ഒരു സ്പെസിഫിക് സിലബസ് ഉണ്ടാവും, അതിലൊരു സ്പെസിഫിക് പാറ്റേൺ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവും. ചില ഡെറിവേഷൻസ് അല്ലെ, ഉത്തരത്തിലൂടെ എത്തുന്ന ഡെറിവേഷൻസ്, ഇക്വേഷനിലൂടെ എത്തുന്ന ഡെറിവേഷൻസ് നമ്മളിങ്ങനെ കാണാതെ പഠിക്കും, ഇക്വേഷൻസ് കാണാതെ പഠിക്കും. പക്ഷെ ഇതിന് പിന്നിൽ എന്തിനാണ് ഈ ഇക്വേഷൻ, അല്ലെങ്കിൽ എന്താണ് ഈ ഇക്വേഷൻ ആക്ച്വലി സ്പീക്സ്, ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ഇത് ലാക്ക് ചെയ്യുന്നത്. കാരണം ഒരു ഒളിമ്പ്യാഡ് എക്സാമിന് അല്ലെങ്കിൽ നീറ്റ് JEE പോലുള്ള എക്സാമിന് ഈ റോഡ് മെമ്മറൈസേഷൻ ഒരിക്കലും വർക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലെ. ബോർഡ് എക്സാമിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഫോക്കസ് ഹെവിലി ഓൺ റോഡ് ലേണിംഗ്, പ്രെഡിക്റ്റബിൾ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആൻഡ് സർഫസ് ലെവൽ റീകോൾ അല്ലെ. സത്യമല്ലേ, നമ്മൾ ഇക്വേഷൻസ് കാണാതെ പഠിക്കുന്നു, എക്സാമിന്റെ തലേന്നോ അല്ലെങ്കിൽ രാവിലെയോ നമ്മൾ ഇതൊന്ന് റീകോൾ ചെയ്യുന്നു, ഇക്വേഷൻസ് റീകോൾ ചെയ്യുന്നു. പിന്നെ മുന്നേ കുറെ ചോദിച്ച ടൈപ്പ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. ഒരു 80% ഓഫ് ക്വസ്റ്റനും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരിക്കും, 20% നമുക്ക് വളരെ ഈസി ആയിട്ടുള്ളതായിരിക്കും. ഓക്കെ, അത് ആ ഇക്വേഷനിലൊക്കെ ചിലപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസറിലോട്ട് എത്താവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആയിരിക്കും. ഓക്കെ, പിന്നീട് നമുക്ക് കുട്ടികൾക്ക് ചലഞ്ചിങ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ചലഞ്ചിങ് ആയിട്ടോ ഒന്നുമില്ല. അവർക്കറിയാം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താലും അല്ലെങ്കിൽ നമുക്ക് ഇത് എന്താണ് ആ ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഈ റോട്ട് മെമ്മറൈസേഷനൊക്കെ കൊണ്ടുപോയാലേ ഇവിടെ A+ വാങ്ങാൻ പറ്റും നമുക്കറിയാം. ഓക്കെ, അതൊരിക്കലും നമ്മളെ പ്രശ്നമല്ല. പക്ഷേ ഇത് എവിടെ വർക്കാവില്ല, ഒളിമ്പ്യാഡ് നീറ്റ് JEE പോലുള്ള എക്സാംസിന് വർക്കാവില്ല. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഫുൾ A+ ഉണ്ടായിട്ടും പിന്നീട് പല എൻട്രൻസ് എക്സാമുകളും ഒളിമ്പ്യാഡ് എക്സാമിലും നമ്മൾ പിന്നിലായി പോകുന്നത് അതുകൊണ്ടാണ്. കാരണം ഇവിടെ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ആൻസർ അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് വേണ്ടത് കോൺസെപ്ഷ്യൽ ലേണിംഗ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഫിസിക്സിൻ്റെയും മാത്സിൻ്റെ ഒക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ലെവൽ, ഒളിമ്പ്യാഡിൻ്റെ ലെവല്. ഓക്കെ, പലപ്പോഴും ഒളിമ്പ്യാഡിൽ ഒരുപാട് ഇക്വേഷൻസ് പഠിപ്പിക്കുന്നതിന് പകരം കോൺസെപ്ഷ്യലി കുട്ടികളെ ചാലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് +1 ടോപ്പിക്സ് ഒക്കെ നമുക്ക് കുറച്ച് അറിയണം, പക്ഷേ ഉള്ള ടോപ്പിക്കിൽ തന്നെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടോപ്പിക്കിൽ തന്നെ കുട്ടികളെ കോൺസെപ്ഷ്യലി ആണ് ഇവർ ചാലഞ്ച് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നവർ. അപ്പോൾ നമുക്ക് ഇത് പഠിച്ചേ മതിയാവും. ഒരു ഇക്വേഷൻ V = U+AT കാണാതെ പഠിക്കുന്നതിന് പകരം എന്താണ് ആക്ച്വലി ആക്സിലറേഷൻ മീൻ ചെയ്യുന്നത്, ഓരോ സെക്കൻഡിലും
വെലോസിറ്റി എത്ര വെച്ചിട്ട് കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു, ഇതാണ് ആക്സിലറേഷൻ എന്ന് കുട്ടികൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം അല്ലേ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷനും തന്നിട്ടുണ്ട്. അടുത്ത സെക്കൻഡിൽ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ v = u+at ഇക്വേഷൻ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, v/u/a/t ഇതെല്ലാം എഴുതിയിട്ട് v എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഉള്ള വെലോസിറ്റിനോട് കൂടി ആ ആക്സിലറേഷൻ ആഡ് ചെയ്താൽ നമുക്ക് അടുത്ത സെക്കൻഡിലെ വെലോസിറ്റി കിട്ടുമെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അതിന് ആക്സിലറേഷൻ എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ആക്ച്വലി അത് പറഞ്ഞിട്ടുണ്ടാവും ആക്സിലറേഷൻ എന്താണെന്ന്. തുടക്കത്തിൽ ആക്സിലറേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടാവും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. പക്ഷേ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്താണെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കാൻ വയ്യ, നമുക്കത് ആലോചിക്കേണ്ട ആവശ്യമില്ല. സ്കൂളിൽ വാട്ട് ഈസ് വെലോസിറ്റി ചോദിച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് എഴുതിയാൽ മതി. ഇക്വേഷൻ ഓഫ് ആക്സിലറേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് എഴുതിയാൽ മതി. ഇക്വേഷൻ ചോദിച്ചാൽ a = v - u/t എന്ന് എഴുതിയാൽ മതി. അടുത്ത സെക്കൻഡിൽ വെലോസിറ്റി ചോദിച്ചാൽ u/t പിന്നെയോ എയും തന്നിട്ടുണ്ട്, സോ u+at ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷേ ഇത് ഇവിടെ വർക്ക് ആവില്ല, കാരണം ഇവിടെ നമുക്ക് ടൈം ബൗണ്ട് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ്. ഈ ടൈപ്പ് അല്ലാതെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നാൽ നമ്മൾ പെടും. ഓക്കെ, അവിടെയാണ് ഈ ഒളിമ്പ്യാഡ് എക്സാംസിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, ഇത് അൺപ്രഡിക്റ്റബിൾ ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല, ബോർഡ് എക്സാം പോലെയുള്ള എക്സാംസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ല ഇത് വരാൻ പോകുന്നത്. ഓക്കെ, പക്ഷെ ഇത് ആക്ച്വലി ലേണിംഗ് ഒരു എൻജോയ്മെന്റ് ആക്കി എടുത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇതിങ്ങനെ പണ്ടാരം പഠിച്ച് തീർക്കണമെന്ന് വിചാരിക്കാതെ കുറച്ച് ഇഷ്ടത്തോടെ കുറച്ച് സിമുലേഷനും ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ച ആൾക്കാർക്ക് കുറച്ച് എൻജോയബിൾ ആയിട്ട് സത്യം പറഞ്ഞാൽ എഴുതാൻ പറ്റിയ ഒരു എക്സാംസ് ആണ് ഈ ഒളിമ്പ്യാഡ് GA എക്സാംസ് ഒക്കെ. ഓഫ് കോഴ്സ് നമുക്ക് അതിന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷേ ഇത് റോട്ട് ലേണിംഗ് പഠിച്ചവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതിന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. കാരണം അവർക്ക് കോൺസെപ്ഷ്യൽ ലേണിംഗ് അറിയില്ല. പിന്നീട് നീ GAക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഈ ഒളിമ്പ്യാഡിന് പ്രിപ്പയർ ചെയ്ത ആൾക്കാരെ മൈൻഡ് സെറ്റ് ആവില്ല അവരത് റോട്ട് ലേണിംഗ് ചെയ്ത ആൾക്കാർക്ക്. ഓക്കെ, അപ്പോൾ ഈവൻ നിങ്ങളിപ്പോൾ IOQM-നോ അല്ലെങ്കിൽ NSC-GSനോ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ സക്സസ്ഫുൾ ആയില്ല എന്ന് വെച്ചോ, ബട്ട് സ്റ്റിൽ നമ്മുടെ ആ മെൻറ്റാലിറ്റി അവിടെ ഉണ്ട്, നമ്മുടെ മൈൻഡ് സെറ്റ് അവിടെ ഉണ്ട്. നമുക്കിത് കോൺസെപ്ഷ്യലി ലേൺ ചെയ്യണം. ഓക്കെ, നമുക്ക് അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് ചെയ്യണം, നമുക്ക് നമ്മളെ ചാലഞ്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ആൻസറിലോട്ട് എത്തണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മെൻറ്റാലിറ്റി ഇത്തരം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും. ഓക്കെ, ഈവൻ ഇത് ക്വാളിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ മൈൻഡ് സെറ്റ് നിങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലോ ഇത് ബിൽഡ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്, ഡീപ്പ് ലോജിക് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഫിസിക്സിലും മാത്സിലൊക്കെ ഹെവി ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വെറുതെ പറയുന്നതല്ല. ഓക്കെ, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് NSC-GSന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും, IOQM-ന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുപാട് സമയം എടുത്തിട്ട് സോൾവ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പല ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള പല കോൺസെപ്റ്റുകൾ കണക്ട് ചെയ്താലേ നമുക്കിത് ഇതിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഒരു ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ആൾക്കാർ വിചാരിക്കും, അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ഇമ്പോസിബിൾ, ഒരു മനുഷ്യന് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല, ഇതൊക്കെ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുള്ളൂ. പക്ഷേ ഓവർ പ്രാക്ടീസ് ചെയ്തിട്ട് അഡ്വാൻസ്ഡ് പ്രോബ്ലംസ്, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ തന്നെ ചാലഞ്ച് ചെയ്തിട്ട് കോൺസെപ്ഷ്യൽ ലേണിംഗ് നടത്തിയിട്ടാണ് നമ്മൾ ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ആരും ഒരു ഇൻബോൺ ആയിട്ട് ഈ ഒരു എബിലിറ്റിയോട് ജനിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, ഓഫ് കോഴ്സ്. ഓക്കെ, നിങ്ങൾ സ്കൂളുകളിൽ മാർക്ക് വാങ്ങുന്നുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ അതിനുള്ള നിങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ നിങ്ങൾ റോട്ട് ലേണിംഗ് ചെയ്യാൻ തുടങ്ങിയാൽ, അല്ലെങ്കിൽ A+ വാങ്ങാൻ വേണ്ടി മാത്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റോട്ട് ലേണിങ്ങും ഇക്വേഷൻസും മാത്രം ഓർത്ത് വെച്ചിട്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഓഫ് കോഴ്സ് നിങ്ങൾ കുടുങ്ങും. ഓക്കെ, നിങ്ങൾ ഇപ്പം കുടുങ്ങൂല, നിങ്ങൾ സ്കൂൾ 10ാം ക്ലാസ്സിലെ ഫുൾ A+ ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷെ പിന്നീട് നിങ്ങൾ കുടുങ്ങും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്മാർട്ടായിട്ട് എക്സാമിന്, ബോർഡ് എക്സാമിന് സമയത്ത് എന്ത് ചെയ്യാം, പഠിക്കുമ്പോൾ കോൺസെപ്ഷ്യലായിട്ട് പഠിക്കാം. ഓക്കെ, റോട്ട് ലേണിംഗ് നടത്താതെ കോൺസെപ്റ്റിലായിട്ട് പഠിക്കാം. പിന്നെ എക്സാമിന് തലേന്നോ അല്ലെങ്കിൽ അന്ന് രാവിലേക്കോ ഇക്വേഷൻസ് ചാർട്ടൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം. അത് നമ്മുടെ ബോർഡ് എക്സാമിനെ ഹെൽപ്പ് ചെയ്യും, ഓഫ് കോഴ്സ്. അപ്പോൾ അതിന് നമുക്ക് മാർക്ക് വേണം. പക്ഷെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു ചാപ്റ്റർ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ അത് റോട്ട് ലേണിംഗ് നടത്തരുത്. ഓക്കെ, അതിൻ്റെ കൂടെ നിങ്ങൾ ഫൗണ്ടേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ അടിപൊളി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒളിമ്പ്യാഡ് ലെവലിലെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന്
ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു തോട്ട് പ്രോസസ്സ് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ, ഒരു കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എങ്ങനെ, അല്ലെങ്കിൽ വാട്ട്, ഹൗ, ഒരു ഡെറിവേഷനോട്ട് എത്തുമ്പോൾ ജസ്റ്റ് അങ്ങനെ എത്തുക എന്നുള്ളതല്ല, എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഓരോ സ്റ്റെപ്പും നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ്റെ ആവശ്യം എന്താ, ഈ ഇക്വേഷനിലെ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്. ഓക്കെ, ഓരോ ക്വാണ്ടിറ്റീസും എന്താ മെയിൻ ചെയ്ത്, ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ്, നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓരോ സയൻറ്റിസ്റ്റുകൾ നടത്തിയ സ്റ്റഡീസാണ്. അപ്പോൾ നിങ്ങൾ മുന്നേ ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ഗലീലിയോ നടത്തിയ, ന്യൂട്ടൺ നടത്തിയ ഒരു സ്റ്റഡീസിന് ഐൻസ്റ്റീൻ നടത്തിയ സ്റ്റഡീസിലൂടെ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, പുതിയ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ നോളജ് ആ ഷിഫ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ കുറച്ച് എൻജോയബിൾ ആയിട്ടൊക്കെ പഠിച്ചാൽ നമുക്ക് ഈ റോട്ട് ലേണിങ്ങിന് ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് 3 പോയിന്റ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. നമ്മൾ മെമ്മറൈസേഷൻ സ്റ്റോപ്പ് ചെയ്യുക, പ്രത്യേകിച്ച് ഡെറിവേഷൻസ് ഒക്കെ മെമ്മറൈസ് ചെയ്ത് അതുപോലെ പോയി എഴുതുന്ന ആൾക്കാർ, കാരണം ആ ഡെറിവേഷൻ ചോദിക്കുന്ന അവർക്കറിയാം. ഓഫ് കോഴ്സ് അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഡെറിവേഷനാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, പ്രത്യേകിച്ച് +1 പഠിക്കുന്ന ആൾക്കാരോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ദാറ്റ് നെവർ ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഓക്കെ, ഡെറിവേഷൻ്റെ ഇടയിലുള്ള ഒരു സ്റ്റെപ്സ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമുക്ക് ഒരു ബാക്കിയുള്ളവർക്ക് 10 മിനിറ്റ് സോൾവ് ചെയ്യുന്ന നമുക്കൊരു 2 സെക്കൻഡോട് സോൾവ് ചെയ്യാൻ പറ്റിയ ആ ഡെറിവേഷൻ ഇടയിലുള്ള സ്റ്റെപ്പ് ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ച ആൾക്കാർക്ക് ടക്കെന്ന് ആൻസർ കിട്ടും. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത ആൾക്കാർക്ക് ടക്കെന്ന് ആൻസർ കിട്ടും. അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് ചെയ്ത് മടി കൂടാതെ അഡ്വാൻസ്ഡ് പ്രോബ്ലം എനിക്ക് തെറ്റിയാലും കുഴപ്പമില്ല, ഞാനിത് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോകും, അല്ലെങ്കിൽ എനിക്കിത് പഠിക്കണം എന്ന് ആഗ്രഹത്തോടു കൂടി പഠിച്ച ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് പിന്നീട് തെറ്റൂല. ഓക്കെ, പിന്നീട് അവർ എക്സാമിന് അത് എക്സൽ ചെയ്യുന്ന രീതിയിലോട്ട് മാറും. ഞാൻ ഈസി പ്രോബ്ലംസ് മാത്രമേ ചെയ്യുള്ളൂ, ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാറ്റി നിർത്തിയാൽ നിങ്ങൾ ബുദ്ധിമുട്ടും. ഓക്കെ, ഓഫ് കോഴ്സ് നമ്മൾ ഈസി ക്വസ്റ്റ്യൻ ആണ് തുടങ്ങാം, അതെല്ലാവരും അങ്ങനെ തന്നെ ഈസി ക്വസ്റ്റ്യൻ ആണ് തുടങ്ങുക. നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഒക്കെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഈസി ക്വസ്റ്റ്യൻസ് ചെയ്യും, ലെവൽ 1 ക്വസ്റ്റ്യൻസ്, പിന്നെ ലെവൽ 2 ക്വസ്റ്റ്യൻസ്, പിന്നെ പല കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യും മിക്സ് ചെയ്തിട്ടില്ല, പല ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്തിട്ടില്ല, ഈവൻ മാത്സ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മാത്സിലെ പല കോൺസെപ്റ്റും നമുക്ക് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ചാലഞ്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതാണ് നമ്മൾ പിന്നീട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് കിട്ടുന്നില്ല, അത് എനിക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. എല്ലാവരും തുടങ്ങുന്നത് ഇങ്ങനെയാണ്, നമ്മൾ സ്വയം ചാലഞ്ച് ചെയ്തിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യേണ്ടി വരും, മാറ്റേണ്ടി വരും. ഓക്കെ, പിന്നീട് പ്രാക്ടീസ് സോൾവിങ് ഡിഫിക്കൽട്ട് അൺസീൻ പ്രോബ്ലംസ്. ഓക്കെ, എംബ്രേസ് ദ ഇന്റലക്ച്വൽ സ്ട്രഗിൾ ഓഫ് ഗെറ്റിംഗ് സ്റ്റക്ക്, സിറ്റിംഗ് വിത്ത് എ ഹാർഡ് പ്രോബ്ലം ഈസ് വെയർ ദ ട്രൂ ന്യൂട്രൽ അഡാപ്റ്റേഷൻ ആൻഡ് ലേണിംഗ് ഒക്കൂസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് റോട്ട് ലേണിംഗ് നടത്താതിരിക്കുക. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ കോൺസെപ്ച്വലി അതിൻ്റെ ക്ലാരിറ്റിയോട് കൂടി പഠിക്കാൻ നോക്കുക. ഓക്കെ, കുറച്ചുകൂടി എൻജോയബിൾ ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഹിസ്റ്ററി ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പഠിച്ചു നോക്കുക. ഓക്കെ, ദെൻ നമുക്ക് ആ ഒരു കിക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, പിന്നീട് അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, ഇത് കിട്ടൂല എന്ന്, അല്ലെങ്കിൽ ഇതെനിക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിക്കരുത്, നമ്മളെ ചാലഞ്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോവാം. ഓൾ ദി ബെസ്റ്റ്.